ഹായ് ഗൈസ്, ഞാൻ കോച്ച് ഡിക്സൺ. സോ ഇന്ന് ഞാനൊരു കാര്യം പറയാനും കാണിക്കാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം അക്കാഡമിയില് നമ്മുടെ രാത്രിയിലുള്ള സീനിയർ സെഷനിൽ ഒരു ചേട്ടൻ വന്ന് അഡ്മിഷൻ എടുത്തു. മൂപ്പര് ഇവിടെ ചെറുപുഴയെന്നാണ് വരുന്നത്, കണ്ണൂര്. മൂപ്പര് പേര് ശരത്ത് എന്നാ, 35 വയസ്സുള്ളൊരു ചേട്ടനാണ്. അപ്പൊ പുള്ളി വന്നു, അഡ്മിഷൻ എടുത്തു. പുള്ളി സോഫ്റ്റ് ബോൾ കളിക്കുന്ന ആളാ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ക്രിക്കറ്റ് ബോൾ കയ്യിൽ കൊടുത്തു. അപ്പൊ ക്രിക്കറ്റ് ബോൾ കയ്യിൽ കൊടുത്തപ്പം, അതായത് സ്റ്റിച്ച് ബോൾ കയ്യിൽ കൊടുത്തപ്പം, ഞാനൊക്കെ ആദ്യമായിട്ട് സ്റ്റിച്ച് ബോൾ എറിഞ്ഞപ്പം മാവേലും മാട്ടയിലും മറ്റേ നെറ്റിന്റെ മൂലയ്ക്കും സൈഡിലും എന്താ പറയാ 2-3 പിച്ച് കുത്തിയിട്ടൊക്കെയാ പോയെ. ടെന്നീസ് ബോളിൽ നിന്ന് ആദ്യമായിട്ട് സ്റ്റിച്ച് ബോൾ തൊട്ടപ്പം, ബോൾ എറിഞ്ഞപ്പം. പക്ഷെ ഈ ശരത്തേട്ടൻ വന്നു, ഞാൻ പുള്ളിക്ക് ഒരു സ്പോട്ട് ബോളിംഗ് ഫസ്റ്റ് കൊടുത്തേ. ഗുഡ് ലെങ്തില് സ്പോട്ട് വെച്ചു കൊടുത്തു. ഗുഡ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരു സ്പിന്നർ എറിയുന്നുണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് ഗുഡ് ലെങ്ത്തിൽ വെച്ചു. എന്നിട്ട് ഞാൻ മൂപ്പരോട് പറഞ്ഞു ഗുഡ് ലെങ്ത്തും പിന്നെ അതിന്റെ കുറച്ച് ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്ത്തും എയിം ചെയ്ത് എറിഞ്ഞാൽ മതിയെന്ന്. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു സാധനം ഒരു ചലഞ്ച് കൊടുത്തു. 4 കോൺ വെച്ചേക്കുന്ന ഗുഡ് ലെങ്ത്തിലാണെങ്കിലും കോൺ വെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് എറിയാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ ചേട്ടാ യോർക്കർ എറിഞ്ഞ് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫസ്റ്റ് ബോള് ഞാൻ യോർക്കർ എറിയാൻ പറഞ്ഞു, മുപ്പരൊന്ന് യോർക്കർ എറിഞ്ഞു. യോർക്കർ എറിഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഓക്കെ ശരി ചേട്ടാ, ഇനി എല്ലാ ബോളും അവിടെ ആ സ്പോട്ടിൽ ഗുഡ് ലെങ്ത് ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്ത് അറിയാൻ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 6 ബോളും അവിടെ തന്നെ എറിഞ്ഞു. ആദ്യമായിട്ട് സ്റ്റിച്ച് ബോൾ കൈകൊണ്ട് തുടങ്ങിയ ആള് എങ്ങനെ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് എറിയാൻ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. അത് മൂപ്പരെ ആക്ഷൻ ആണെങ്കിൽ നല്ല സ്മൂത്ത് ആണ്, അതേപോലെ നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. കുറച്ച് ടെന്നീസ് ബോൾ ടച്ച് ഉള്ള ഒരു ആക്ഷൻ ആണ്, ബട്ട് സ്റ്റിൽ. പിന്നെ ബോളിനാണെങ്കിൽ നല്ല സ്പീഡും ഉണ്ട്, കാരണം മൂപ്പർക്ക് വലിയ ഹൈറ്റ് ഇല്ല. ആ ഹൈറ്റും വെച്ച് ഇത്ര സ്പീഡിൽ എറിയാന്ന് വെച്ചാൽ അതും ഈ പ്രായത്തില് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് മൂപ്പർക്ക് എന്തോ ഇഞ്ചുറി ഒക്കെ ഉണ്ട് കൈക്ക്, അതും വെച്ചിട്ടാണ് മൂപ്പർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. ഉള്ളിലോട്ട് വീഡിയോ നോക്കിയാ മനസ്സിലാവും ഉള്ളിലോട്ട് പോയോന്ന്. യാർ ശബാഷ്.